ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് നമുക്ക് ഈ ഒരു ഓണസദ്യക്ക് എങ്ങനെയാണ് മധുരപ്പച്ചടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത പൈനാപ്പിൾ എടുക്കുന്നതായിരിക്കും നല്ലത്, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അതിനുശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണ്ട, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടില്ല. പൈനാപ്പിൾ അത്യാവശ്യം വേവുള്ളതല്ലേ. ഇതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ഇതിൽ അരച്ച് ചേർക്കാനായിട്ട്. ഇനി പൈനാപ്പിൾ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാനായിട്ട് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൈനാപ്പിൾ അത്യാവശ്യം വേവുള്ളതല്ല, അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പം തിളക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന വെള്ളമെല്ലാം ഏകദേശം പകുതി അളവിൽ വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിളും പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്തിന് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ടാണ് ഈ ഒരളവിൽ പഞ്ചസാര ചേർക്കുന്നത്. മധുരം കുറവുള്ള പൈനാപ്പിൾ ആണെങ്കിൽ അതനുസരിച്ച് പഞ്ചസാരയുടെ അളവും കൂട്ടിയേക്കണേ. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ഏത്തപ്പഴം എടുത്തിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ പൈനാപ്പിൾ വേവിക്കുന്ന സമയത്ത് പഴം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതാണ് ഒരു ചെറിയ കഷ്ണം അളവിൽ പൈനാപ്പിൾ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഇതുപോലെ അരച്ച് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ആ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ മുന്നിൽ തന്നെ ഉണ്ടാവും. ഇങ്ങനെ ചേർത്ത് കൊടുത്തുണ്ടാക്കുന്ന പൈനാപ്പിൾ പച്ചടിക്കായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇനി നമുക്കിതിന് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി മതി, കാരണം നമ്മൾ നേരത്തെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഇത് കുറച്ച് സമയം കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോഴേക്കും ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിളും പഴമെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നല്ല സ്മൂത്താക്കി അരച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ കൂട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിട്ടണം. അപ്പോഴേക്കും നമ്മുടെ തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടും. ഈ ഒരു സമയത്ത് നമുക്ക് അല്പം കറുത്ത മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. മുന്തിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. മുന്തിരിയും തേങ്ങയും ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതാ നമ്മുടെ മധുരപ്പച്ചടി നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന മുന്തിരിയെല്ലാം ഇതിനോടൊപ്പം തന്നെ വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമായി കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. ഞാനിവിടെ 4 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ പച്ചമുളക് ചതച്ച് ചേർക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കടുക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് മാറിയതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളിയുള്ള തൈര് നമ്മുടെ മധുരപ്പച്ചടിക്ക് ആവശ്യമില്ല. മീഡിയം പുളി മാത്രം മതി. തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് കടുക് താളിച്ചെടുക്കണം. കടുക് താളിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ 2-3 വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പൈനാപ്പിൾ മധുരപ്പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. താളിപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. മുന്തിരിങ്ങയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ മധുരപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2-3 മണിക്കൂർ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.